ഹായ് കൂട്ടുകാരെ, ഇന്ന് 19 നോമ്പായില്ലേ. എല്ലാരും നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. സംഘം ഇന്ന് ഉണ്ടാക്കുന്നത് പത്തിരിയാണ്. ഇന്ന് തച്ചൂസിന്റെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ താത്ത ഒരുപാട് കറികളും മന്തിയൊക്കെ സംഘത്തിന് തന്നിരുന്നു. പക്ഷെ അപ്പയ്ക്ക് ഒന്നും വേണ്ടില്ല. ഇപ്പയ്ക്ക് നോമ്പ് തുറന്ന് അതൊക്കെ തിന്നാന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ്. മാത്രല്ല ഞാൻ സംഘം നോമ്പ് നോറ്റോണ്ട് തന്നെ ഒരുപാട് ഫോളോവർ നമ്മളെ വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ കൊടുത്തയക്കലുണ്ട്. മിഞ്ഞാന്ന് ഓട്സ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോളോവർ. ആരാന്നെനിക്ക് അറിയൂല. അതേപോലെ ഇപ്പതാക്കണ ഒരു ഫോളോവർ ആണ് തന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരുപാട് ഫ്രൂട്ട്സ് കൊടുത്തയച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. കണ്ടോ, ഇതൊക്കെയാണ് ഒരു ഫോളോവർ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചത്. പഠിച്ചോനെ എന്തൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അതിൽ പിന്നെ കൊണ്ടൊന്നുമില്ല, സങ്കടമുണ്ട്. കാരണം ഓരൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണോ തരുന്നത് എനിക്കറിയില്ല. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അൽഹംദുലില്ലാ എന്ന് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഫ്രൂട്ട്സും ഫുഡുകളൊന്നും കഴിക്കാത്തത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഒരുപാട് ഫുഡൊന്നും കഴിക്കാക്കി പാടില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മന്തി കിന്തി എണ്ണക്കടികളൊന്നും കഴിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ നമ്മളോരോ പരിപാടിക്ക് പോകുമ്പോൾ പിന്നെ കഴിക്കല്ലാതെ നിവൃത്തില്ലല്ലോ. അല്ലാതൊക്കെ തിന്നാൻ ഇല്ലാഞ്ഞിട്ടല്ല, ആക്കി വേണ്ടാത്ത കുഴപ്പമുള്ളൂ. പിന്നെ രാവിലെയൊക്കെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഫുഡാണ്, ഒരു ന്യൂട്രീഷൻ ഫുഡാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ഫുഡൊന്നും കഴിക്കാത്തത്. പിന്നെ എനിക്ക് ഇന്നലെ ഭയങ്കര കാല് കോറിയിട്ട് വയ്യൊന്നും ക്ഷീണിച്ചിട്ടാണോ എന്ന് അറിയൂല. അതൊക്കെ ഓരോരുത്തർ നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ പറയണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരിക്കുമ്പോഴേക്ക് കാലിനൊക്കെ ഭയങ്കര വേദനയും പെയിനൊക്കെ ഉണ്ടായിരുന്നു, കോറുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അതുകൊണ്ട് സംഭവം ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ തന്നതാണെന്ന് അറിയില്ല. ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ എന്താ പറയുക, ഒരുപാട് സങ്കടമുണ്ട്. എന്തായാലും തന്നത് ആരായാലും നല്ലത് മാത്രം എടുത്തിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.